ഹായ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ സീൻ ബിഗിൻസ് വിത്ത് എ ക്ലോസപ്പ് ഷോട്ട്. വാട്ട് ഫ്രെയിം വുഡ് എ ഫിലിം മേക്കർ നോർമലി യൂസ് വെൻ ദ ക്യാരക്ടേഴ്സ് കോബ്ലോ ആൻഡ് അലി സ്പീക്ക്? ഒരു സീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഫസ്റ്റ് സീൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് ക്ലോസപ്പ് ഷോട്ടിലായിരുന്നു എടുത്തിട്ടുള്ളത്. ക്ലോസപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് നിന്നിട്ട് എടുക്കുന്ന ഷോട്ടാണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ഈ സീനിൽ ഇപ്പം കോബ്ലറും അലിയും ആണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ നോർമലി സംസാരിക്കുന്ന ഒരു സീനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തി കാണിക്കുന്ന ഒരു സീനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നോർമലി എങ്ങനെയായിരിക്കും ഫിലിം മേക്കേഴ്സ് ആ ഒരു ഷോട്ട് എടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഷോട്ട് വരിക, ആൻസർ എന്താണ്? മീഡിയം ഷോട്ട് ആയിരിക്കും. മീഡിയം ഷോട്ട് അതാകുമ്പോൾ മീഡിയം ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ ക്യാമറ ആംഗിൾ ഷോട്ട് ഫ്രം എ മീഡിയം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു മീഡിയം ഡിസ്റ്റൻസിൽ നിന്നിട്ട് എടുക്കുന്ന ഒരു ഷോട്ട് ആയിരിക്കും മീഡിയം ഷോട്ട് എന്ന് പറയുമ്പോൾ. അതിൽ അപ്പോൾ അവിടെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പാർട്ട് ഫ്രം ദ കോബ്ലേഴ്സ് ഷോപ്പ്, വാട്ട് അതർ ഡീറ്റെയിൽസ് ഡു യു ഗെറ്റ് about the space in which the action in scene 1 take place? അപ്പോൾ അവിടെ സീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോബ്ലറുടെ ഷോപ്പ് നമ്മൾ ഓൾറെഡി അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെയുള്ള ആൾക്കാരുടെ ആക്ഷൻസിൽ നിന്നും അതുപോലെ കാണുന്ന കാഴ്ചയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ സ്ട്രീറ്റ്, അതൊരു സ്ട്രീറ്റ് ആണ്. ഓക്കെ, ഒരു തെരുവാണ്. അപ്പോൾ അവിടെയാണ് ആ ഒരു കോബ്ലറുടെ ഷോപ്പും ഉള്ളത്. എ ഡോർ വിത്ത് കർട്ടൻ ഹാങ്ങിങ് ഓൺ ഇറ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ഓപ്പൺ ഇൻ ടു എ റോ ഹൗസ്. അപ്പോൾ അവിടെ അവിടെയുള്ള ഒരു ഡോറിൻ്റെ മുകളിൽ കർട്ടൻ തൂക്കിയിട്ടിട്ടുണ്ട്. അത് നീക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു റോ ഹൗസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സ്ട്രീറ്റ് ആണ് നമ്മളവിടെ നോർമലി നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രീറ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സീൻ 1? ഹു ആർ ദേ? എത്ര ക്യാരക്ടേഴ്സ് ആണ് സീൻ 1 കാണിക്കുന്നത്? എത്ര ക്യാരക്ടേഴ്സിനെയാണ് കാണിക്കുന്നത്? അതുപോലെ അവരാരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ക്യാരക്ടേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സീൻ 1. ഓക്കെ, 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് കോബ്ലർ ആണ്, പിന്നെ അലി, പിന്നെ ആൻഡ് എ മാൻ വിത്ത് എ പാഴ്സൽ. അതുപോലെ ഒരു പാഴ്സൽ കയ്യിൽ പിടിച്ചിട്ടൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ഒന്നതാണ് കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ സീൻ 1 and 2 ക്ലോസ്-അപ്പ് ഷോട്ട്സ് ഓഫ് ദ ഹാൻഡ്സ് ഓഫ് ദ കോബ്ലർ ആൻഡ് അലി ആർ ഷോൺ. ഒന്നാമത്തെ സീനിലും അതുപോലെ രണ്ടാമത്തെ സീനിലും ക്ലോസ്-അപ്പ് ഷോട്ട്സ് വരുന്നുണ്ട്. ക്ലോസ്-അപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെ അടുത്ത് നിന്നിട്ടെടുക്കുന്ന ഷോട്ടാണ്, ക്ലോസ് ചെയ്തിട്ടെടുക്കുന്ന ഷോട്ടാണ്. അവിടെ കാണിക്കുന്നത് ഹാൻഡ്സ് ഓഫ് ദി കോബ്ലർ ആൻഡ് അലി, അലിയുടെയും അതുപോലെ കോബ്ലറുടെയും കൈകളാണ് ആ ഒരു ഷോട്ടിൽ കാണിക്കുന്നത്. ഡു ദേ സെർവ് എനി പർപ്പസ്? എക്സ്പ്ലെയിൻ. അവരെന്തെങ്കിലും കാര്യം ചെയ്യുന്നതാണോ? എന്താണ് അങ്ങനെ കൈകൾ കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദേ ആർ ഇൻ ക്ലോസ്-അപ്പ് ബിക്കോസ് ദേ എംഫസൈസ് ദ വർക്ക് ദേ ആർ ഡൂയിങ്. അവരെ ക്ലോസ്-അപ്പ് ഷോട്ടിൽ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന വർക്കിനെ എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെന്തോ കാര്യം അവിടെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരുടെ ഹാൻഡ്സ് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്ലോസ്-അപ്പ് ഷോട്ട് അപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വിൽ ഷോ വാട്ട് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ആർ എക്സ്പെക്റ്റഡ് ഇൻ ദ ഫിലിം. കൂടാതെ ആ ഒരു ഷോട്ട് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഏത് തരത്തിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ എപ്രകാരമുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് ആ ഒരു ഷോട്ടിലൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. Such shots established the groundwork for the story to take off. അപ്പോൾ ഈ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയിൽ ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, അവർ എംഫസൈസ് ചെയ്യുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ആ ഒരു ഒറ്റ ഷോട്ടിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇപ്പം കോബ്ലറുടെ അതുപോലെ അലിയുടെയും കൈകളാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ എന്താണ് ഈ കോബ്ലറുമായിട്ട് സംബന്ധിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഷൂ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് അല്ലെ, അതൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഷോട്ട് സഹായിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. വേർ ഈസ് ദ ലൊക്കേഷൻ ഷിഫ്റ്റർ ടു? അപ്പോൾ ആ ഒരു കോബ്ലറുടെ ഷോപ്പിൽ നിന്ന് പിന്നീട് ഏത് ലൊക്കേഷനിലേക്കാണ് ക്യാമറ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ലൊക്കേഷൻ ഈസ് ഷിഫ്റ്റർ ടു എ ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദി ബേക്കറി. അപ്പോൾ അവിടെ ഒരു ബേക്കറി ഉണ്ട്, ആ ബേക്കറി ഷോപ്പിൻ്റെ പുറമേ ആയിട്ട് ഒരു ഫുഡ് പാത്ത് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ കോബ്ലറുടെ ഷോപ്പിൽ നിന്ന് പിന്നീട് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഫുഡ് പാത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് കുഡ് ബി ദ ക്യാമറ മൂവ്മെൻറ്റ് ഇൻ ദിസ് സീൻ? വൈ ഈസ് ദ ക്യാമറ മൂവ്ഡ് ഇൻ ദിസ് മാനർ?
അപ്പോൾ അവിടെ ഒരു സീൻ വരുന്നുണ്ട്. ആ ഒരു ജങ്ക് കളക്ടർ വന്നിട്ട് അവിടുന്ന് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു സീൻ വരുന്നുണ്ട്. ആ ഒരു സീനിൽ ക്യാമറ മൂവ്മെന്റ് എങ്ങനെയാണ്, എന്ത് ക്യാമറ മൂവ്മെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു മൂവ് അവിടെ കൊടുക്കാനായിട്ട് കാരണം എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബൂം ഓർ ക്രെയിൻ ഷോട്ട് ആണ് കേട്ടോ. ബൂം ഓർ ക്രെയിൻ ഷോട്ട് ആണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടു ഷോ ദാറ്റ് ദ ജങ്ക് കളക്ടർ ഈസ് ടേക്കിംഗ് അവേ ദ ബണ്ടിൽ ഓഫ് ഷൂസ്. ആ ഒരു ഷോട്ട് അവിടെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജങ്ക് കളക്ടർ വന്നിട്ട് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അലിയുടെ ആ ഒരു ഷൂസിന്റെ കെട്ടും കൂടെ എടുത്തിട്ട് അയാളുടെ ക്രെയിനിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്, അല്ലേ, സോറി, കാർട്ടിൽ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അയാൾ ആ ഷൂസ് പിക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു ഷോട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഈവൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ സീൻ 3? മൂന്നാമത്തെ സീനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലി ഗോസ് ടു ദ വെജിറ്റബിൾ ഷോപ്പ്. അവിടെ അലി വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ഹി ടേക്സ് പൊട്ടറ്റോസ് ആൻഡ് ആസ്ക്സ് ദ ഷോപ്പ് കീപ്പർ ടു റൈറ്റ് ഇറ്റ് ഇൻ ദി അക്കൗണ്ട്. അവിടുന്ന് അലി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പൊട്ടറ്റോസ് ഒക്കെ വാങ്ങിച്ചിട്ട് അവിടുത്തെ ഷോപ്പ് കീപ്പറോട് പറയുന്നുണ്ട് ഇത് അവൻ്റെ അക്കൗണ്ടിലേക്ക് കുറിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. എ ജങ്ക് കളക്ടർ കംസ് ആൻഡ് കളക്ട് ദ ജങ്ക്. അവിടെ ഒരു ജങ്ക് കളക്ടർ വന്നിട്ട് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഹി തിങ്സ് ദ ബണ്ടിൽ ഓഫ് ഷൂസ് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദി ജങ്ക്. അപ്പോൾ അവിടെ അലി വെച്ചിട്ടുണ്ടായിരുന്ന ഷൂസ് ഉണ്ടായിരുന്നു, അതപ്പം ഒരു പൊതിഞ്ഞിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജങ്ക് കളക്ടർ കരുതി ഇതും വേസ്റ്റ് ആണെന്ന് കരുതി അതെടുത്തിട്ട് ഹി ത്രോസ് ഇറ്റ് ഇൻ ടു ഹിസ് കാർട്ട്. അയാളുടെ വണ്ടിയിലേക്ക് ഇട്ടു. ഇൻ ഹിസ് ഈഗർനെസ് ടു ലൊക്കേറ്റ് ദ ബണ്ടിൽ അലി സ്കാറ്റേഴ്സ് വെജിറ്റബിൾ ഓൺ ദി ഗ്രൗണ്ട്. അപ്പോൾ എന്താണ്, അവിടെ വച്ചെടുത്ത് ഈ ഒരു ഷൂസ് കാണാതായപ്പം അലി അത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവനറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെജിറ്റബിൾസ് ഒക്കെ ഗ്രൗണ്ടിലേക്ക് വീഴുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ അവനിങ്ങനെ തിരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് ഒക്കെ ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ദ ഷോപ്പ് കീപ്പർ ഈസ് ആംഗ്രി ആൻഡ് ടെൽസ് അലി ടു ഗെറ്റ് ലോസ്റ്റ്. അപ്പം ആ ഒരു കാഴ്ച കണ്ട സമയത്ത് അവിടെ ഷോപ്പ് കീപ്പർക്ക് വളരെയധികം ദേഷ്യം വരികയും അലിയോട് വളരെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യമാണ് അവിടെ മൂന്നാമത്തെ സീനിൽ നടന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. Which of the events is crucial in bringing about a twist in the narrative? അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഒരു ട്വിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതൊരു ഈവന്റ് നടക്കുന്ന സമയത്താണ് ഒരു ട്വിസ്റ്റ് വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ ഈ ഒരു കഥയുടെ ഗതി മാറുന്ന ഒരു സമയം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ടേക്കിംഗ് അവേ ഓഫ് ദ ബണ്ടിൽ ഓഫ് ഷൂസ് ബൈ ദി ജങ്ക് കളക്ടർ, അല്ലേ? ഈ ഒരു സ്റ്റോറിയുടെ ഗതി മാറുകയെന്ന് വെച്ചാൽ ആ ഒരു ജങ്ക് കളക്ടർ വന്നിട്ട് അലി വെച്ചിരുന്ന ആ ഷൂസ് എടുക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു സ്റ്റോറിയുടെ ആ ഒരു ക്രൂഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സ്റ്റോറി ത്രൂ ഔട്ട് പോകുന്നത് നമുക്കറിയാലോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അലി വന്നിട്ട് ആ ഒരു ഷൂസ് ഇങ്ങനെ അയാളെ കൊണ്ട് സ്യൂ ചെയ്യിപ്പിക്കുന്നതൊക്കെ ആയിരുന്നു സീനിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അതിലെന്തോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു സാധനം തന്നെയാണ് പിന്നീട് അവൻ്റെ കയ്യിൽ നിന്ന് മിസ്സാകുന്നത്. സോ ഈ ഒരു സ്റ്റോറിയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസിഡൻ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. What impression do you get about the financial status of Ali's family? Okay. അപ്പോൾ ഇതിൽ അലിയുടെ ഫാമിലിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് അലിയുടെ ഫാമിലി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ എന്താണ്, നമുക്ക് ഈ ഒരു സ്റ്റോറിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്ത് ഇംപ്രഷനാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എവിഡൻസ് ഫ്രം ദി ടെക്സ്റ്റ്. അതുപോലെ ഈ ഒരു സ്റ്റോറിയിൽ തന്നിട്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ എവിഡൻസ് വെച്ചിട്ട് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അലീസ് ഫാമിലി ഈസ് വെരി പുവർ. അല്ലെ, അലിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ തീർത്തും വളരെ ഒരു പുവറായിട്ടുള്ള വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. വി സീ അലി ബൈയിങ് തിങ്സ് ഓൺ ക്രെഡിറ്റ്. കാരണം ഫസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അലി സാധനങ്ങൾ വാങ്ങുന്നത് ക്രെഡിറ്റിലാണ്. വെച്ചാൽ ഡയറക്റ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു ക്യാഷ് ഒന്നും അലിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. The shopkeeper tells Ali that the credit limit has reached and he should ask his mother to pay at least part of the payment due to him. അപ്പോൾ എന്താ അലിയോട് ആ ഒരു ഷോപ്പ് കീപ്പർ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പൊട്ടറ്റോസ് വാങ്ങുമ്പോഴും അലി അവിടെ കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഷോപ്പ് കീപ്പർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ കടം തന്നതിൻ്റെ ഒരു പരിധി എപ്പോഴേ കഴിഞ്ഞു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും എനിക്ക് പേ ചെയ്യണമെന്ന് അവിടെ ഷോപ്പ് കീപ്പർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഫിനാൻഷ്യലി ഡൗൺ ആണ് അലിയുടെ ഫാമിലി എന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. What interesting strategy does the director make use of in presenting the talks between Ali and his sister? Why do you think they communicate in such a way?
അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കാണാം. എന്താണ്, അലിയും അതുപോലെ അലിയുടെ സിസ്റ്ററും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി. ഇവിടെ ടോക്സ് എന്ന് കൊടുത്തിട്ട് അത് ഒരു ഇൻവേർട്ടഡ് കൊമയിൽ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം ആക്ച്വലി അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വേർഡ്സിലൂടെ ആയിരുന്നില്ല അല്ലേ, അവർ പേപ്പറിൽ എഴുതിയിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകാനുള്ള ഒരു കാരണം എന്നാണ് നമ്മളോട് ചോദിച്ചത്. They communicate by writing in the notebook and then passing the notebook to the other. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതാണ് മറ്റൊരാൾക്ക് വായിക്കാനായിട്ട് കൊടുക്കുന്നത്. They do that because they don't want to let the parents know about the loss of the shoes. കാരണം ഈ ഷൂ നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും അവരുടെ പാരൻസ് അറിയാനായിട്ടുള്ളൊരു ഇടയുണ്ടാവരുത്. സോ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ കുട്ടികൾ ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. Do you think the sound of a hammer is used deliberately in the scene? What effect does it produce? ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആ ഒരു സീനിൽ ആ ഹാമറിൻ്റെ സൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു, ഇടവിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതപ്പം മനഃപൂർവ്വം തന്നെ ആ ഒരു സീനിൽ കൊടുത്തിരിക്കുന്നതാണോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് എന്ത് എഫക്റ്റ് ആണ് അവിടെ കൊണ്ടുവരുന്നത്, ആ ഒരു സീനിൽ എന്ത് എഫക്റ്റ് ആണ് ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഇസ് യൂസ്ഡ് ഡെലിബറേറ്റ്ലി. അതെ, തീർച്ചയായിട്ടും അത് അറിഞ്ഞുകൊണ്ട് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ്. ഇറ്റ് ടെൽസ് us that the father of Ali is a worker with wood, joiner or carpenter, as he is chopping wooden flints with a hammer on a block. അപ്പം ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അലിയുടെ ഫാദർ ഒരു കാർപ്പൻറ്റർ ആവാം. സോ അദ്ദേഹം ഒരു ബ്ലോക്കിൻ്റെ മുകളിൽ വുഡൻ ഫ്ലിൻസ് വെച്ചിട്ട്, മരപ്പലകകൾ വെച്ചിട്ട് ഹാമർ കൊണ്ട് അത് ചോപ്പ് ചെയ്യുന്ന ശബ്ദമായിരിക്കും ആ കേൾക്കുന്നത്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അലിയുടെ അച്ഛൻ്റെ ആ ഒരു ജോബ് എന്താണ് എന്നുള്ളതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. Apart from showing the characters, does the director make use of any visual image to add on to what he intends to communicate? അപ്പോൾ അവിടെ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നത് കൂടാതെ ഡസ് ദ ഡയറക്ടർ മേക്സ് യൂസ് ഓഫ് എനി വിഷ്വൽ ഇമേജ്, അവിടെ നമ്മുടെ ഡയറക്ടർ എന്തെങ്കിലും വിഷ്വൽ ഇമേജ് കൂടെ കാണിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടല്ലോ, അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷ്വൽ ഇമേജ് നമുക്ക് തരുന്നുണ്ടോ, ടു ആഡ് ഓൺ ടു വാട്ട് ഹി ഇൻറ്റൻസ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് കാണിക്കാൻ വേണ്ടിയിട്ട് എനി ഒരു വിഷ്വൽ ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഹി ഡസ് അല്ലെ, വിഷ്വൽ ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് എൻ എക്സാമ്പിൾ, വി സീ ദ പാസിംഗ് ഓഫ് ദ നോട്ട്ബുക്ക് ബിറ്റ്വീൻ അലി ആൻഡ് സാറ. അവിടെ അലിയും സാറയും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. ദേ ഡോണ്ട് വാണ്ട് ദെയർ പാരൻസ് ടു നോ അബൌട്ട് ദ ലോസ് ഓഫ് ദി ഷൂസ്. കാരണം അവർക്ക് അവരുടെ പാരൻസ് അറിയാൻ പാടില്ലായിരുന്നു, ആ ഷൂസ് നഷ്ടപ്പെട്ടു എന്നുള്ളത് അവരുടെ പാരൻസ് അറിയാൻ പാടില്ലായിരുന്നു. Ali will be scalded or even beaten if his father comes to know what he was careless enough to lose the shoes of Sarah. അപ്പം അലി തീർച്ചയായിട്ടും അലിയെ അവൻ്റെ അച്ഛൻ വഴക്ക് പറയും ഇത് നഷ്ടപ്പെടുത്തി എന്ന് അറിഞ്ഞാൽ. Ali's father is not rich enough to buy her another pair immediately. കാരണം അലിയുടെ അച്ഛന് അത്തരത്തിലുള്ളൊരു സാമ്പത്തികം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ വേറൊരു പെയർ വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കാണിക്കുന്ന ഒരു വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത് ആ ഒരു നോട്ട്ബുക്കാണ്. ഓക്കെ, ആ ഒരു നോട്ട്ബുക്കിന് അവിടെ ആ ഒരു സീനിൽ വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണുള്ളത്. കാരണം അവിടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ത്രൂ ദാറ്റ് നോട്ട്ബുക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത് ആ ഒരു നോട്ട്ബുക്ക് തന്നെയാണ്. ഓക്കെ.